എംസിഎ നാസർ കൂടി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിന് ഇടയാണ് ഇപ്പോൾ ഫ്രീഡം ഫ്ലോട്ടില എന്ന മൂവ്മെന്റ് ശക്തമായി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറച്ച് ആഴ്ചകളായി നിരവധി കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിന് പേരാണ് അവിടെ പട്ടിണി മരണത്താൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ എങ്ങനെ കാണണം? പക്ഷേ ഇസ്രായേലിന്റെ ഒരു നീക്കം ഏത് തരത്തിലാകാനാണ് സാധ്യത? എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഇത്? അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ന് ചേർന്നിരിക്കുന്ന ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു കപ്പലുകളെയും ഗസയുമായി ചേർന്ന് ആ പ്രദേശത്തേക്ക് അടുപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിധിയിലുള്ള സമുദ്രാതിർത്തിയിൽ വരുന്നൊരു ഘട്ടത്തിൽ തന്നെ ആ കപ്പലുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഉണ്ടാകും. ഏത് ഭാഗത്തു നിന്നുള്ള ഇത്തരം കപ്പലുകൾ ഗസക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള നീക്കങ്ങൾ അതൊരു നിലയ്ക്കും അനുവദിക്കുകയില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കാനും ഒരു തീരുമാനം ഇന്ന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത 4-ാം തീയതിയോ 5-ാം തീയതിയോട് കൂടിയായിരിക്കാം പിന്നെ അതിശക്തമായിട്ടുള്ള ചില സൈനിക നടപടികൾ ഈ കപ്പലുകൾക്കെതിരെ ഇസ്രായേൽ എടുക്കാൻ തുനിഞ്ഞിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണ നടപടികൾക്ക് പകരം ബലം പ്രയോഗിച്ച് തന്നെ കപ്പലുകൾ പിടിച്ചെടുക്കാനും അതിൽ വരുന്ന ഗ്രേറ്റർ തുംബർഗ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ നേതൃത്വം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക വിഭാഗത്തെയും നിയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജീന, നാസർ, ഒപ്പം തന്നെ ഒരു പ്രത്യാശ നൽകുന്ന വാർത്ത നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത് വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുന്ന തീരുമാനം, ഒപ്പം തന്നെ ഈ ഫ്രീഡം ഫ്ലോട്ടിൽ അടക്കമുള്ള കപ്പലുകളുടെ വരവിനെ തടയുന്നു. ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീക്കം എന്ത് സൂചനയാണ് നൽകുന്നത്? യുദ്ധം ഈ വർഷം അവസാനിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് ഇസ്രായേലിനകത്ത് നിന്ന് ഈ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധം, അതൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും അർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും തൽക്കാലം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ അതിനുള്ള ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല എന്നുകൂടിയാണ് ഇന്ന് ചേർന്നിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ ആ യോഗ തീരുമാനങ്ങളും അതിൽ നടന്ന നടപടിക്രമങ്ങളും വ്യക്തമാക്കുന്നത്. സൈനിക മേധാവി തന്നെയും പറ്റുമെങ്കിൽ ഒരു വെടിനിർത്തലായിരിക്കും ഈ ഘട്ടത്തിൽ അഭികാമ്യം. അതല്ല എങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാരണം ഗസയെ കീഴടക്കുക മാത്രമല്ല, അതിനെ സൈനികമായിട്ട് ഭരിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എളുപ്പമായിരിക്കുകയില്ല. നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്നത് ഹമാസുമായിട്ട് ഒരു വെടിനിർത്തലിൽ എത്തിച്ചേരുകയും അങ്ങനെ നിലവിലുള്ള 20-ലധികം വരുന്ന ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഇസ്രായേലിന്റെ സൈനിക മേധാവി ഈ യോഗത്തിൽ വെച്ചത്. പക്ഷേ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് തള്ളുകയും കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിയിലൂടെ തന്നെ ഗസ സിറ്റി പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ വരുത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നൽകിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെടിനിർത്തലിന്റെ ഒരു സാധ്യത പൂർണ്ണമായിട്ട് മങ്ങിയിരിക്കുകയാണ് ഈ സുരക്ഷാ മന്ത്രിസഭ യോഗത്തോടുകൂടി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 60,000 പുതിയ റിസർവ് സൈനികരുടെ റിക്രൂട്ടിങ്ങിന് നാളെ തന്നെ തുടക്കം കുറിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ സേന ഇപ്പോൾ കൈക്കൊണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം 15,000 റിസർവ് സൈനികർ ഇപ്പോൾ തന്നെയുണ്ട്. 60,000 പേർ കൂടി ഉൾപ്പെടുന്ന ഒരു ഘട്ടത്തിൽ 15,000 വീതമുള്ള ഒരു പ്രത്യേക റെജിമെന്റുകളാക്കിയിട്ട് ഈ 5 റെജിമെന്റുകളാക്കി ഈ സേനയെ നിയോഗിക്കാനും അവരെ ഈ അതിർത്തി മേഖലകളിൽ വിന്യസിക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചതെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല മറ്റ് പൂർണ്ണസമയ സൈനികരെ ഗസയിൽ തന്നെ നിലനിർത്താനും ഗസയിൽ പിടിച്ചടക്കാൻ വേണ്ടി കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക വിന്യാസം ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാനുമുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും 100-ലേറെ സൈനികർ എങ്കിലും ഈ ഒരു ഗസ സിറ്റി പിടിച്ചടക്കുന്നതിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ സൈനിക നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ നേതൃത്വം പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമായിരിക്കും ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ വർഷാവസാനം വരെയും ഈ ഒരു ഗസ പിടിച്ചെടുക്കൽ യജ്ഞം നീണ്ടേക്കുമെന്ന മുന്നറിയിപ്പ് കൂടി സൈനിക നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന
അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം എന്നത് ഈ വർഷാവസാനം വരെ നീണ്ടു നിന്നേക്കുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് വൈകിട്ട് പ്രതികരിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു വെടിനിർത്തലിനോ അല്ലെങ്കിൽ ഈ യുദ്ധവിരാമത്തിനുള്ള ഒരു നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പദ്ധതിയിൽ ഇടപെടാനോ അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ ഉള്ള ഒരു നീക്കവും തൽക്കാലം അമേരിക്ക നടത്തുന്നതല്ല. അങ്ങനെ നടത്തേണ്ടതില്ല. ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന സൂചനകൾ നോക്കുകയാണെങ്കിൽ ഉടനൊന്നും ഗസയിലെ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന ഇസ്രായേലിന്റെ മന്ത്രിസഭാ യോഗത്തിലും എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ഫ്രീഡം ഫ്ലോട്ടില മൂവ്മെന്റ് ആണ്. 50-ലധികം കപ്പലുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഉപരോധത്തെ മറികടക്കാനായി ഗസയിലേക്ക് പോകുന്നത്. MC നാസറും BK സുഹൈലുമാണ് വിശദാംശങ്ങൾ നൽകുന്നത്.